ഹായ് എവരിവൺ. കുസാറ്റ് എൻട്രൻസ് എക്സാമിൻ്റെ ചെറിയൊരു അപ്ഡേറ്റ് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. കുസാറ്റ് എൻട്രൻസ് എക്സാമിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഫോം എന്ന് റിലീസ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ സൈറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. കുസാറ്റ് എൻട്രൻസ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്റ്റുഡൻസിൻ്റെ ഒരു ഡ്രീമാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുക എന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ അവിടുത്തെ അക്കാദമിക്സും അതിൻ്റെ സ്റ്റഡീസും അതുപോലെ തന്നെ അവർ തരുന്ന ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ എല്ലാ കുട്ടികൾക്കും ഭയങ്കര ഫേവറബിൾ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ കുസാറ്റിൽ ഒരുപാട് കോഴ്സുകൾ പ്രിഫർ ചെയ്യുന്നുണ്ട്. ഒരു PG ബേസ്ഡ് ആയിട്ടായാലും അതുപോലെ ഡിപ്ലോമ കോഴ്സുകളായാലും ഇൻ്റഗ്രേറ്റഡ് PG അത് എല്ലാം ചെയ്യുന്നുണ്ട്. PhD ഒരുപാട് പ്രോഗ്രാംസ്. അപ്പോൾ സയൻസ് റിലേറ്റഡ് ആയിട്ടും നോൺ സയൻസ്, അതായത് LLB രീതിയിലും MBA രീതിയിലും ഒക്കെ കോഴ്സുകൾ ഒരുപാടുണ്ട്. അതുപോലെ MTech അതിൻ്റെയൊക്കെ ഒരു അക്കാദമിക് പ്രൊസീജിയറാണ് ഈ ഒരു പ്രോസ്പെക്ടസിൽ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു പ്രോസ്പെക്ടസ് റിലീസ് ചെയ്തത് കാണാൻ പറ്റും. അതിൽ ഓരോ പേജിലും നമുക്ക് കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഇങ്ങനൊരു കണ്ടന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ പ്രോസ്പെക്ടസിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു കണ്ടന്റ്സിൻ്റെ ഭാഗത്തിൽ ഓരോന്നും കാണാം ലിസ്റ്റ്. അതായത് ഈ ഒരു ഇയർ 2025 ഏതൊക്കെ പ്രോഗ്രാമുകളാണ് ഇപ്പോൾ ഇതാ കണ്ടോ. പ്രോഗ്രാം ഓഫർഡ് ഫോർ 10++2 ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന്. അത് BTech പ്രോഗ്രാംസ് ഉണ്ട്, MSc ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് ഉണ്ട്, ലോ പ്രോഗ്രാംസ് ഉണ്ട്, 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് MCA പ്രോഗ്രാംസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പ്രോഗ്രാംസ് ഇത് അപ്പോൾ MTechൻ്റെ പ്രോഗ്രാംസ് ഓഫർ ചെയ്യുന്നുണ്ട്. ഒരുപാട് പ്രോഗ്രാംസ് ഓഫർ ചെയ്ത്, അതേപോലെ പ്രോഗ്രാം ഫോർ ആഫ്റ്റർ PhD, പ്രോഗ്രാം ആഫ്റ്റർ പോസ്റ്റ് ഗ്രാജുവേഷൻ, അങ്ങനെയുള്ള ഒരുപാട് ഡിപ്ലോമ കോഴ്സുകൾ, സർട്ടിഫിക്കറ്റ്, ഷോർട്ട് ടേം ഓൺലൈൻ പ്രോഗ്രാംസ്, ഒരുപാട് കോഴ്സുകൾ അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഈ കണ്ടന്റിൽ ഈ പേജിൽ പോയി കഴിഞ്ഞാൽ അത് ഏതൊക്കെ കോഴ്സാണെന്നുള്ളതൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ജനറൽ ഇൻഫോർമേഷന് മാത്രമായിട്ടൊരു ഏരിയ ഉണ്ട്. ജനറൽ ഇൻഫോർമേഷൻ പറഞ്ഞാൽ നിങ്ങൾ എത്ര രൂപ അടയ്ക്കണം, അതായത് ഒരു ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ എടുക്കുന്ന സബ്ജക്റ്റിന് എത്ര രൂപ അടയ്ക്കണം, നിങ്ങളുടെ കാറ്റഗറി ബേസ് എത്രയാണ്. ഇപ്പോൾ ഒരാൾ ഒരു ഫോം മാത്രമാവില്ല ഫില്ല് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു എക്സാം മാത്രമാവില്ല എഴുതുന്നുണ്ടാവുക. ഒരു എക്സാമ്പിൾ ഇപ്പം കെമിസ്ട്രിക്കാരാണ് MSc കെമിസ്ട്രി പഠിക്കാൻ വേണ്ടിയിട്ട് കുസാറ്റിലെ കാറ്റ് എഴുതുകയാണെങ്കിൽ ചിലപ്പോൾ കെമിസ്ട്രി മാത്രമായിരിക്കില്ല, അതർ സബ്ജക്ട്സും കൂടി ചിലപ്പോൾ ആൾക്ക് താല്പര്യം ഉണ്ടായിരിക്കും. അപ്പോൾ അപ്പോൾ 1, 2, 3 പേപ്പേഴ്സ് കൂടുതൽ എടുക്കുമ്പോൾ എത്ര എമൗണ്ട് ആണ് ഫീസ് അടയ്ക്കേണ്ടത്. അതുപോലെ തന്നെ NRI കോട്ടയാസ്, അതുപോലെ ഒരുപാട് സ്പെഷ്യൽ കാറ്റഗറീസ് ഉണ്ട്. അവരുടെ ഫീസിൻ്റെ ഇളവുകളും കാര്യങ്ങളൊക്കെ ഇതിൽ കാണാൻ പറ്റും. അതാണ് ഈ PDF ഉണ്ടാവുക. ഇനി നിങ്ങളിപ്പോൾ സെലക്ട് ചെയ്യുന്ന പ്രോഗ്രാംസ്, അതായത് കുസാറ്റിൽ ഇപ്പോൾ ഒരു മാസ്റ്റേഴ്സ് എടുക്കാനാണ് താല്പര്യമെങ്കിൽ അതിൻ്റെ കോഴ്സുകളൊക്കെ കിട്ടണമെങ്കിൽ നമ്മളിങ്ങനെ PDF നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ സപ്പോസ് MSc മാസ്റ്റേഴ്സ് ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ കണ്ടോ. അതുപോലെ MCA പറ്റിയിട്ട് അറിയണമെങ്കിൽ MCA പറ്റിയിട്ട്, അതുപോലെ ഇനിയിപ്പോൾ സോഷ്യൽ സയൻസിനെ പറ്റിയിട്ടാണെങ്കിൽ അങ്ങനെ. ഇപ്പോൾ MSc അതുപോലെ തന്നെ അതർ മാസ്റ്റർ ഡിഗ്രീസ് അറിയണമെങ്കിൽ നമുക്ക് ഈ ഒരു സൈറ്റിൽ ഈ ഒരു പേജിൽ പോയാൽ മതി. ഇപ്പോൾ 62 ഒന്ന് ജസ്റ്റ് ഇവിടെ 62 എന്ന് ചെയ്യാം. ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പോർട്ടലിലേക്ക് നമുക്ക് എത്താൻ പറ്റും. MSc പ്രോഗ്രാംസിനെ പറ്റിയിട്ട് കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ MSc പ്രോഗ്രാംസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു മാത്തമാറ്റിക്സ് ആണ് എടുക്കുന്നത് വിചാരിക്കുക. BSc മാത്സ് കഴിഞ്ഞവർക്ക് MSc മാത്സ് എടുക്കണം താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ എത്ര മാർക്കാണ് മിനിമം ആയിട്ട് വേണ്ടത്, അതിൽ എത്ര സീറ്റുകളാണുള്ളത്, അതിൻ്റെ ടെസ്റ്റ് കോഡ്. അതുപോലെ തന്നെ MSc ഫിസിക്സിന് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിസിക്സ് ഇൻ ക്യാമ്പസ് 1, അതിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ ക്യാമ്പസിൽ തന്നെയാണ് ഉണ്ടാവുക. ഫിസിക്സിലാണെങ്കിൽ 25 സീറ്റാണുള്ളത്. അതിൽ 2 NRI, 2 EWS കണ്ടോ. ഇങ്ങനെ ഓരോരോ കാറ്റഗറി ഉണ്ടാവും എന്നാണ് ഞാൻ പറഞ്ഞത്. അതിൽ ടെസ്റ്റ് കോഡ് ഇതിൽ 613 MSc ഫിസിക്സ് എഴുതുന്ന ആളുകൾക്ക് ഉണ്ടാവുക. 50% മാർക്കോട് കൂടിയിട്ട് പാസ്സാവണം. BSc ഡിഗ്രി വിത്ത് ഫിസിക്സ് മെയിൻ ആൻഡ് മാത്സ് ആണ് സബ്ബായിട്ട് വേണ്ടത് കേട്ടോ. അതുപോലെ MSc കെമിസ്ട്രിക്കാർക്കുള്ളതുണ്ട്, MSc സ്റ്റാറ്റിസ്റ്റിക്സ്, MSc കമ്പ്യൂട്ടർ സയൻസ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ AI, അതുപോലെ തന്നെ MSc കമ്പ്യൂട്ടർ സയൻസ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഡാറ്റ സയൻസ്, MSc ഫോറൻസിക്. ഈ MSc ഫോറൻസിക്സ് ഒക്കെ കെമിസ്ട്രിക്കാരും ഫിസിക്സുകാരൊക്കെ ഓപ്റ്റ് ചെയ്യുന്നത്. കാരണം BSc ഫിസിക്സ് ഉള്ളവർക്ക്, BSc കെമിസ്ട്രി ഉള്ളവർക്കൊക്കെ പഠിക്കാൻ പറ്റുന്ന ഭാഗമാണത്. അപ്പോൾ അതിൻ്റെ ഓഫർ ചെയ്യുന്നതുണ്ട്. അതിൻ്റെ സീറ്റ് കുറച്ച് കുറവാണ്, 15 സീറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ സൈറ്റിൽ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ PDFകൾ അവൈലബിൾ ആണ്, അതിൻ്റെ ടെസ്റ്റ് കോഡ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു മാസ്റ്റേഴ്സ് എടുക്കുന്ന ആളാണെങ്കിൽ അതിനനുസരിച്ച് നോക്കുക. ആ കണ്ടന്റിൽ പേജ് നമ്പർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പേജിൽ എത്താൻ പറ്റും. ആ കണ്ടന്റ് നോക്കുക, മിനിമം ക്വാളിഫിക്കേഷൻ നോക്കുക, നിങ്ങൾ പഠിച്ച സബ്ജക്റ്റായിട്ട് റിലേറ്റഡ് ആണോ എന്ന് നോക്കുക. ചിലവർക്ക് ഉണ്ടാവും ഇപ്പോൾ മാത്സ് പഠിക്കുന്ന ഒരാൾക്ക് ഫിസിക്സും കെമിസ്ട്രി തന്നെ ആവണമെന്നില്ല. ചിലപ്പോൾ ഫിസിക്സും ഒരു കമ്പ്യൂട്ടർ സയൻസ് ആയിരിക്കാം. അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് കോഴ്സുകൾ വേരിയൻ്റ് ആയിട്ട് ഡിഫറെൻറ്റ് യൂണിവേഴ്സിറ്റികൾ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് നിങ്ങൾ പഠിച്ച സബ്ജക്റ്റായിട്ട് മാച്ച്ഡ് ആണോ നോക്കിയിട്ട് വേണം ആപ്ലിക്കേഷൻ ഫോം കൊടുക്കാൻ. അതിനാണ് ഈ പോർട്ടൽ നമുക്ക് യൂസ്ഫുൾ ആവുക. ഓക്കെ,
ഇനി ഇതിൻ്റെ ലാസ്റ്റ് പോയി കഴിഞ്ഞാൽ ഈ PDF-ൻ്റെ ലാസ്റ്റ് നമ്മൾ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെൻറ്റേറ്റീവ് ടൈം ടേബിൾ തന്നിട്ടുണ്ട്. നമുക്ക് കാറ്റ് എക്സാമിൻ്റെ ടൈം ടേബിൾ നമുക്കിവിടെ കണ്ടിട്ടുണ്ട്. അതായത് എക്സാമിൻ്റെ അപ്ലിക്കേഷൻ ഫോം റിലീസ് ചെയ്തിട്ടില്ല. റിലീസ് ചെയ്യുന്ന ഡേറ്റ് ഞാൻ കാണിച്ചു തരാം. 6-ാം തീയതി റിലീസ് ചെയ്യുള്ളൂ. പക്ഷെ അതിന് മുമ്പ് എക്സാമിൻ്റെ ഡേറ്റ് അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. 10-ാം തീയതി മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 10-ാം തീയതി നടക്കുന്ന എക്സാംസിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ 10-ാം തീയതി നടക്കുന്നത് ഒരു MSc കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഫിസിക്സുകാർക്കുണ്ട്, മാത്സുകാർക്കുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് അവർക്കുണ്ട്. എന്നാൽ 11-ാം തീയതിക്ക് ആകുമ്പോഴേക്കും ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, പക്ഷെ അതൊക്കെ ഇൻ്റഗ്രേറ്റഡ് ആണ്. അതുപോലെ തന്നെ ഫോറൻസിക് സയൻസിൻ്റെ MSc ഫോറൻസിക് സയൻസിൻ്റെ ഉണ്ട്, ബയോളജിയുടെ ഉണ്ട്, 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് MSc ആണ്. നിങ്ങൾ കൊടുക്കുന്ന കോഡുകളുണ്ട്, ആ കോഡുകളാണ് ഇതിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഏത് അപ്ലിക്കേഷൻ ഫോമാണോ കൊടുത്തത് അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റാണോ കൊടുത്തത് അതിനനുസരിച്ച് കോഡ് നോക്കുക, അതിന് നേരെയുള്ള എക്സാമിൻ്റെ ഡേറ്റ് നോക്കുക, ടൈം നോക്കുക. അപ്പോൾ 10, 11, 12 ആണ് കുസാറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നതെന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു PDF നമുക്ക് കുസാറ്റിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടും. അതുപോലെ തന്നെ എപ്പോഴാണ് അപ്ലിക്കേഷൻ ഫോം ഓപ്പൺ ആവുക വെച്ചാൽ 6/2/2025 മുതൽ 10/3/2025 വരെയാണ് അപ്ലിക്കേഷൻ ഫോം ഓപ്പൺ ആവുന്നത്. അതെല്ലാം ഈ PG UG സെക്ഷൻസ്, അതായത് MSc എൻട്രൻസ് എക്സാം, ഇനിയിപ്പോൾ UG കഴിഞ്ഞവർക്ക് അവിടെ ഇൻ്റഗ്രേറ്റഡ് PhD ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് മാസ്റ്റേഴ്സ് ചെയ്യണം. അതായത് ഡിഗ്രി ചെയ്യാതെ ഇൻ്റഗ്രേറ്റഡ് മാസ്റ്റേഴ്സ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. ചിലപ്പോൾ UG പ്രോഗ്രാംസിനുള്ള ആൾക്കാർ +1 +2 കഴിഞ്ഞ് 10th +1 +2 കഴിഞ്ഞ് കയറുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു ഡേറ്റ് ആണ് 6/2/2025 മുതൽ 10/3/2025. അതായത് മാർച്ചിലാണ് ഡേറ്റ് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡേറ്റിൻ്റെ ഉള്ളിൽ അപ്ലിക്കേഷൻ ഫോം, അതായത് 6-ാം തീയതി ഓപ്പൺ ആയി കിട്ടും. അന്ന് മുതൽ സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. അത് അപ്ലൈ ചെയ്യുക. എക്സാമിൻ്റെ കാര്യങ്ങളും പ്രൊസീജിയേഴ്സൊക്കെ നോക്കിയിട്ട് ഫീസൊക്കെ നോക്കിയിട്ട് അത് നിങ്ങളുടെ ക്രൈറ്റീരിയാസ് നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക. പിന്നെ അതർ എൻട്രൻസ് എക്സാം, ഇപ്പോൾ MTech, PhD അതർ എൻട്രൻസ് എക്സാംസ് ഒക്കെ 6/2/2025 ഓപ്പൺ ആവും. എത്ര വരെ? 31/5/2025 മെയ് വരെ അതിൻ്റെ ഓപ്പൺ ആവും സൈറ്റ്. അതായത് PhD എൻട്രൻസ് എക്സാം, അതായത് കുസാറ്റ് നടത്തുന്ന PhD എൻട്രൻസ് എക്സാം, അതിൽ MTech ഉണ്ടായിരിക്കും. അതായത് ഒരുപാട് കോഴ്സുകൾ അതർ വേരിയൻസ് ഉണ്ടല്ലോ, അതൊക്കെ നടത്തുന്ന ഡേറ്റ് ആണ്. ഒരിക്കലും 5-ാം തീയതി വരെ നിങ്ങൾക്കല്ല, PGക്കാർക്കല്ല. അതായത് MSc എൻട്രൻസ് എക്സാം എഴുതുന്ന ആളുകൾക്ക് 10-ാം തീയതി ക്ലോസ് ചെയ്യും. അപ്പോൾ ഈ ഡേറ്റ് നോക്കുക. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരിക്കും. 10, 11, 12 ആയിരിക്കും എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഈ ഡേറ്റിന് വ്യത്യാസം വരാറില്ല. അപ്പോൾ ഈ ഡേറ്റ് ഓർത്ത് വയ്ക്കുക. അതിനനുസരിച്ച് അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക. ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അപ്ലിക്കേഷൻ ഫോം എങ്ങനെ ഫില്ല് ചെയ്യണം, ഏത് രീതിയിലാണ് നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകേണ്ടത് എന്നുള്ളതിൻ്റെ ഒക്കെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഡേറ്റ് ഓർത്ത് വയ്ക്കുക എല്ലാവരും. ഓക്കെ.